ഹായ്, ഞാൻ ഹെന്ന അയ്യൂബ്, കൺസൾട്ടൻറ്റ് സൈക്കോളജിസ്റ്റ് ആൻഡ് ഫൗണ്ടർ ഓഫ് ഹാബ്സ്. ഇന്ന് നമ്മളൊരു ബ്രേക്കപ്പിന് അല്ലെങ്കിൽ ഒരു ഡിവോഴ്സിന് എങ്ങനെ നേരിടാം എന്നുള്ളതിനെ കുറിച്ചിട്ടാണ് സംസാരിക്കുന്നത്. വളരെ ബുദ്ധിമുട്ടുള്ള ഒരു സമയം തന്നെയാണ്. നമുക്ക് ഏറ്റവും പ്രിയപ്പെട്ട അല്ലെങ്കിൽ നമ്മൾ ക്ലോസ് ആയിട്ടിരിക്കുന്ന ഒരാളുമായിട്ട് നമ്മൾ നന്നായി പോയിക്കൊണ്ടിരിക്കുന്ന സമയത്ത് അതിൽ ഒരു ബുദ്ധിമുട്ട് വരികയും അതിനുശേഷം നമ്മൾ പിരിയണം എന്ന് തീരുമാനിക്കുക, അല്ലെങ്കിൽ ഓൾ ഓഫ് എ സഡൻ നമ്മളെ ലൈഫിൽ നിന്ന് ഒരാൾ വിട്ടുപോവുക. അപ്പോൾ അങ്ങനത്തെ പല കാരണങ്ങൾ കൊണ്ട് നമുക്ക് ആ ഒരു ബ്രേക്കപ്പിനെ ഹാൻഡിൽ ചെയ്യുക എന്ന് പറയുന്നത് വളരെ ഡിഫിക്കൽട്ടായിരിക്കും. അപ്പോൾ ഒരു ബ്രേക്കപ്പ് കഴിയുന്ന സമയത്ത് ആദ്യം നമ്മൾ അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് അതിലൊരു ക്ലാരിറ്റിയാണ്. ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള കാര്യം എന്ന് പറയുന്നത് വെച്ചാൽ രണ്ടുപേരും തമ്മിൽ നല്ലൊരു കണക്ഷൻസും അതിലൊരു നല്ലൊരു സംസാരവും ഉണ്ടാവുക എന്നുള്ളതാണ്. ഇനി ചില സമയങ്ങളിൽ നമുക്ക് അതിനുള്ള പോസിബിലിറ്റി ഒന്നും ഉണ്ടായിന്ന് വരില്ല. പക്ഷെ എന്നാൽ കൂടെ നമ്മൾ എഴുതുകയോ അല്ലെങ്കിൽ നമ്മളോട് തന്നെ പറയുകയോ കാര്യങ്ങൾ ചെയ്തിട്ടോ അല്ലെങ്കിൽ നമ്മൾക്ക് ഏറ്റവും പ്രിയപ്പെട്ട ഒരാളോട് സംസാരിച്ചിട്ടോ നമുക്ക് അതിലൊരു ക്ലാരിറ്റി ഉണ്ടാക്കണം. കാരണം എന്തുകൊണ്ട് ഇത് സംഭവിച്ചു എന്നുള്ളതും അത് നമുക്ക് മുന്നോട്ടേക്ക് അതിനെ കൊണ്ട് എന്തൊക്കെ ബെനിഫിറ്റ് ഉണ്ടെന്നുള്ളതിനെ കുറിച്ചിട്ട് നമുക്കൊരു അവയർനെസ് ഇല്ലെങ്കിൽ നമുക്കിതിൽ നിന്ന് കം ഔട്ട് ചെയ്യുക എന്ന് പറയുന്നത് ഡിഫിക്കൽട്ടായിരിക്കും. അപ്പോൾ ഒരു ക്ലാരിറ്റി ഉണ്ടാക്കുക എന്നുള്ളതാണ് ഫസ്റ്റിലത്തെ കാര്യം. രണ്ടാമതായിട്ട് നമ്മൾ അതിൽ നിന്ന് നമുക്കൊരു അണ്ടർസ്റ്റാൻഡിങ് ഉണ്ടായി നമ്മൾ നോ മോർ ദിസ് ഇസ് നോട്ട് കമ്മിങ് ടു അവർ ലൈഫ് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കി കഴിഞ്ഞാൽ നമ്മൾ അത് റിലേറ്റഡ് ആയിട്ടുള്ള മെമ്മറീസ് കഴിയുന്നതും നമ്മൾ ഹീൽ ചെയ്യുന്ന ടൈം വരെയെങ്കിലും അറ്റ്ലീസ്റ്റ് നമ്മൾ അതിൽ നിന്ന് മാറ്റി വെക്കാണ്. ഇപ്പം നമ്മളെ കൂടെയുള്ള ഫോട്ടോസ് ആണെങ്കിലും വീഡിയോസ് ആണെങ്കിലും നമ്മൾ ഷെയർ ചെയ്ത ഗിഫ്റ്റ് ആണെങ്കിലും നമുക്ക് അത്തരം കാര്യങ്ങൾ ഓർമ്മിപ്പിക്കുന്ന വസ്തുക്കളോ സിറ്റുവേഷനുകളോ എന്തുമാവാം, അത് റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളിൽ നിന്ന് നമ്മൾ മാറി നിൽക്കുക അല്ലെങ്കിൽ അതിനെ അവോയ്ഡ് ചെയ്യുക എന്ന് പറയുന്നത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. കാരണം ഹീലിംഗ് അത്ര ഈസി ആയിട്ടുള്ള കാര്യമല്ല. കാരണം അത്രയും ഒരു സ്ട്രോങ് ഇമോഷൻ നമ്മൾ ഇൻവെസ്റ്റ് ചെയ്ത ഒരു കാര്യത്തിൽ നിന്ന് നമ്മൾ മാറി നിൽക്കുക എന്ന് പറയുന്നത് നമുക്കൊരു ഗ്രീഫ് അല്ലെങ്കിൽ ഒരു ഹെവിനെസ് നമുക്ക് എന്തായാലും ഉണ്ടാവും. അപ്പോൾ അക്കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കുക എന്നുള്ളതാണ്. പിന്നീട് നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളിലേക്ക് കുറച്ചും കൂടെ ടൈം ഇൻവെസ്റ്റ് ചെയ്യേണ്ടതായിട്ടുണ്ട്. കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ കുറച്ചും കൂടെ സെൽഫ് ലവ് കൊടുക്കണം. കാരണം നമ്മൾ ഈ ബ്രേക്കപ്പിന് ശേഷം നമ്മുടെ ബ്ലെയിം ചെയ്യാൻ അല്ലെങ്കിൽ നമ്മുടെ തെറ്റുകൊണ്ടാണ് നമ്മൾ കാരണമാണെന്നുള്ള തോട്ട്സ് നമ്മൾ കൂടുതലായിട്ടും കൊണ്ടുവരികയാണെങ്കിൽ അത് നമുക്ക് തന്നെ കുറേ ഒരു നെഗറ്റീവ് സെൽഫ് ഇമേജ് ഉണ്ടാക്കാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ നമ്മൾ ആ ക്ലാരിറ്റിയിൽ ഇമ്പോർട്ടൻസ് തന്നെ കൊടുക്കണം. നമ്മളെ സെൽഫിനെ ഹാപ്പിനെസ് ആക്കാനുള്ള കാര്യങ്ങൾ എന്തൊക്കെയാണെന്നുള്ളത്. അതേപോലെ തന്നെ നമ്മൾ സെൽഫ് കെയർ ആക്ടിവിറ്റീസ് നമ്മൾ കൂടുതലായിട്ടും ശ്രദ്ധിക്കുക. ലൈക്ക് കൃത്യമായിട്ട് എക്സസൈസ് ചെയ്യുക, നമ്മുടെ സ്ലീപ്പിനെ പ്രോപ്പർ ആക്കുക, അതേപോലെ നമ്മളെ മീൽസും ഫുഡ് പ്ലാൻസും കാര്യങ്ങളൊക്കെ ഓൺ ടൈം ആക്കുക. അപ്പോൾ അത്തരം കാര്യങ്ങൾ നമ്മൾ ചെയ്യുന്ന സമയത്ത് നമുക്ക് കുറച്ചും കൂടെ നമ്മളിലേക്ക് ചിന്തിക്കാനും നമ്മളിൽ തന്നെ ഒരു ക്ലാരിറ്റി ഉണ്ടാക്കാനും ഹെൽപ്പ് ചെയ്യും. അതുകൊണ്ട് തന്നെ നമുക്ക് ആ ഒരു ഹീലിംഗ് ഫേസിൽ നമുക്ക് കുറച്ചും കൂടെ നല്ലൊരു ഇമോഷൻ കീപ്പ് ചെയ്യാനും സാധിക്കും. പിന്നീട് നമ്മളെ ചുറ്റുമുള്ള ആൾക്കാർ നമ്മളെ സന്തോഷിപ്പിക്കുന്ന അല്ലെങ്കിൽ നമുക്കൊരു ഹാപ്പിനെസ് കണ്ടെത്തുന്ന സ്ഥലത്താണ് നമ്മളുള്ളത് എന്നുള്ളത് നമ്മൾ ഉറപ്പുവരുത്തണം. കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഇത്രയും ഒരു സ്ട്രോങ് ഇമോഷണൽ ഡിസ്ട്രസ് വരുമ്പോൾ നമ്മൾ പോയിരിക്കാനൊക്കെ ആഗ്രഹിക്കുന്ന സമയം എന്ന് പറഞ്ഞാൽ ഒറ്റപ്പെട്ട് നിൽക്കുന്ന സ്ഥലങ്ങൾ, ആരുമായിട്ട് കണക്ട് ചെയ്യുന്നില്ല, ഞാനിനി ആരോടും മിണ്ടുന്നില്ല. കാരണം എല്ലാവരോടും നമ്മൾ ചിലപ്പോൾ ഉത്തരം പറയേണ്ടതായിട്ട് വരും, അല്ലെങ്കിൽ അവരുടെ നിന്ന് കുറേ നെഗറ്റീവ് എനർജി കിട്ടും. അപ്പോൾ അങ്ങനെയൊക്കെ ആയതുകൊണ്ട് നമ്മളൊരു വിഡ്രോൺ ആയിട്ട് നിൽക്കാനുള്ള ഒരു സാധ്യതയുണ്ട്. അത് മാറി നമ്മൾ കുറച്ചും കൂടെ ആക്റ്റീവായിട്ട് നമുക്കൊരു സറൗണ്ടിങ്ങിൽ ഒരു ഹാപ്പി ആയിട്ടുള്ള ഒരു സറൗണ്ടിങ്ങിൽ തന്നെ നമ്മൾ മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ട് എന്നുള്ളത് നമ്മൾ ഉറപ്പ് വരുത്തുക. ചിലപ്പോൾ ഡിഫിക്കൽട്ടായിരിക്കും, പക്ഷേ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് നമ്മൾ ചുറ്റും നമ്മളെ ഫ്രണ്ട്സും ഫാമിലിയും കാര്യങ്ങളൊക്കെ ആയിട്ട് നമ്മൾ തന്നെ ആക്റ്റീവ്ലി ഇൻവോൾവ് ചെയ്തിട്ട് ഹാപ്പിനെസ്സിലേക്ക് എത്താൻ ശ്രമിക്കുക എന്നുള്ളതും ഇമ്പോർട്ടൻ്റ് ആണ്. പിന്നെ നമ്മൾ ശ്രദ്ധിക്കാനുള്ള ഒരു കാര്യം എന്ന് പറഞ്ഞാൽ നമുക്കൊരു സ്ട്രോങ് ഇമോഷണൽ ഡിസ്ട്രസ് ഉണ്ട്. അപ്പോൾ ആ ഒരു എനർജീനെ നമുക്ക് കുറച്ചും കൂടെ പോസിറ്റീവ് എനർജിയിലേക്ക് മാറ്റാൻ നമുക്ക് ന്യൂ കരിയർ ഗോൾസിലേക്ക് സെറ്റ് ചെയ്യാം, ന്യൂ പ്രൊമോഷൻസ്, ന്യൂ ലേണിങ്സ്. ഇപ്പം ചില ഡിവോഴ്സിലൊക്കെ ഇരിക്കുമ്പോൾ ഞാൻ ആൾക്കാരോട് അതിൽ ഗോ ത്രൂ ചെയ്യുമ്പോൾ ഞാൻ അവരോട് പറയലുണ്ട്, നിങ്ങൾ പുതിയൊരു വിഷൻ വെക്ക്, നമുക്ക് അടുത്ത നെക്സ്റ്റ് 6 months ശേഷം നമ്മൾ എവിടെ എത്തണം, നമ്മൾ അതിലേക്ക് കുറെ കൂടെ ഫോക്കസ് ചെയ്ത് വർക്ക് ചെയ്യാം. ലൈക്ക് അവർക്ക് പുതിയൊരു കോഴ്സ് പഠിക്കാം, പുതിയ അല്ലെങ്കിൽ സ്കിൽസ് പഠിക്കാം. ഇപ്പോൾ നീന്തൽ അറിയാത്ത ഒരാളാണെങ്കിൽ അയാൾക്ക് സ്വിമ്മിങ് ക്ലാസ്സിന് പോയി തുടങ്ങാം, അല്ലെങ്കിൽ ഡ്രൈവിംഗ് അറിയാത്ത ആളാണെങ്കിൽ ഡ്രൈവിംഗ് ക്ലാസ്സിന് പോകാം. പുതിയ കാര്യങ്ങൾ നമ്മൾ പഠിക്കുന്ന സമയത്ത്, പുതിയ കാര്യങ്ങൾ അച്ചീവ് ചെയ്യുന്ന സമയത്ത് നമുക്ക് ഇത്രയും ഉണ്ടായിരിക്കുന്ന ഒരു സ്ട്രോങ് ആ ഒരു ഇമോഷണൽ സാധനത്തിൽ നിന്ന് നമ്മളെ കം ഔട്ട് ചെയ്യാനും അതൊരുപാട് ഹെൽപ്പ് ചെയ്യും.
പിന്നെയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് നല്ല ചേഞ്ച് ലൈഫിലുണ്ടാവും. എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളിപ്പോൾ കോഴിക്കോട് പോലത്തെ ഒരു സിറ്റിയിലാണ് നമ്മുടെ ഒരു ബ്രേക്കപ്പ് നടന്നെങ്കിൽ നമുക്ക് വേണമെങ്കിൽ എന്ത് ചെയ്യാം, ഒരു നിയർ ഫ്യൂച്ചറിൽ നമുക്കൊരു ചേഞ്ച് ഓഫ് പ്ലേസ് പോസിബിൾ ആണെങ്കിൽ യു മൂവ് ടു സം അതർ പ്ലേസ്. അല്ലെങ്കിൽ നമ്മളിപ്പോൾ എന്താ പറയുന്നത്, നമ്മൾ പാർട്ട്ണറുമായിട്ട് താമസിച്ചുകൊണ്ടിരുന്ന ഒരു വീടാണെങ്കിൽ അവിടുന്ന് നമ്മളൊരു ബ്രേക്ക് എടുത്ത് മാറി താമസിക്കുക. ആ ഒരു ചേഞ്ചിലേക്ക് അഡാപ്റ്റ് ചെയ്യുക എന്ന് പറയുന്നത് അത് നോട്ട് നെസസറിലി ഇവരുമായിട്ട് ബന്ധപ്പെട്ട കാര്യമായതുകൊണ്ടുള്ള ചേഞ്ച് മാത്രമല്ല, അല്ലാതെ തന്നെ നിങ്ങൾ ലൈഫിൽ കുറച്ച് ചേഞ്ച്, പുതിയ ആൾക്കാർ വരിക, പുതിയൊരു ചേഞ്ചിലേക്ക്, പുതിയ ജോലിയിലേക്കൊക്കെ പോവുകയാണെങ്കിൽ നിങ്ങൾക്ക് ആ ഒരു ടൈം കുറച്ചും കൂടെ അഡാപ്റ്റ് ചെയ്യാനും അല്ലെങ്കിൽ അതിനോട് മാനേജ് ചെയ്യാനും നിങ്ങൾക്ക് കുറച്ചും കൂടെ ഹെൽപ്ഫുൾ ആയിരിക്കും. പിന്നെ ഈ ഒരു സമയം എന്ന് പറയുന്നത് ഇതൊരു ബുദ്ധിമുട്ടുള്ള സമയമാണ്. നമുക്ക് ഹീലിങ്ങിന് ടൈമുള്ള സമയം, നമ്മളൊരു ഗ്രീവിങ് ടൈം അല്ലെങ്കിൽ ഗ്രീഫ് എന്നൊക്കെയാണ് നമ്മളിതിനെ വിളിക്കുക. അതുകൊണ്ട് തന്നെ ഇതിനെ നമ്മൾ റഷ് ചെയ്യരുത്. നമുക്ക് ബേസിക്കലി ഒരു 3 to 6 months ഒക്കെ എടുത്തിട്ട് നമുക്ക് പതിയെ ഇതിൽ നിന്ന് കം ഔട്ട് ചെയ്യാം. ചില ആൾക്കാരെന്ന് പറഞ്ഞാൽ ഇതിൻ്റെ ഇമോഷണൽ ഡിസ്ട്രെസ്സിൻ്റെ പീക്ക് കാരണം അവർ പെട്ടെന്ന് തന്നെ അടുത്ത റിലേഷൻഷിപ്പിലേക്ക് പോകണം, അടുത്ത കമ്മിറ്റ്മെൻറ്റ്. ഇതല്ല നമ്മുടെ ഇപ്പോഴത്തെ പർപ്പസ്. നമ്മളെ പർപ്പസ് എന്ന് പറഞ്ഞാൽ ഇത് പൂർണ്ണമായിട്ട് വൃത്തിക്ക് നമ്മൾ ഹീൽ ചെയ്യുക എന്നുള്ളത്. അതുകൊണ്ട് തന്നെ ടേക്ക് യുവർ ടൈം, സ്ലോലി യു ഗെറ്റ് ഓവർ ഇറ്റ്. ഇത് ബുദ്ധിമുട്ടാണെന്ന് നമുക്കറിയാം, പ്രയാസമുണ്ട്, കാര്യങ്ങളുണ്ട്. അതുകൊണ്ട് തന്നെ യു ടേക്ക് യുവർ ടൈം, യു സ്ലോലി മൂവ് എഹെഡ്. എന്നിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക, അടുത്ത കാര്യങ്ങളിൽ നല്ലൊരു ഡിസിഷൻസ് നിങ്ങൾ എടുക്കാൻ ശ്രമിക്കുക. ഇനി നിങ്ങൾക്ക് ഒരു പരിധി വിട്ടിട്ടും നിങ്ങൾക്കൊരു ഡിസിഷൻ എടുക്കാൻ അല്ലെങ്കിൽ അതിന് മൂവ് ഓൺ ചെയ്യാൻ ഡിഫിക്കൽട്ട് ആണെങ്കിൽ ഡെഫിനറ്റ്ലി നിങ്ങൾക്കൊരു തെറാപ്പിസ്റ്റുമായിട്ട് സംസാരിക്കാവുന്നതാണ്, അതിന് സപ്പോർട്ട് എടുക്കാവുന്നതാണ്. ആ സപ്പോർട്ടിലൂടെ നിങ്ങൾ മൂവ് ചെയ്യേണ്ടതാണ്.